ഭ്രമയുഗം പും 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 ചാൻ 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 സോറി ഇതല്ല ഭ്രമയുഗം ചാൻ ചാൻ ചാൻ. ഭ്രമയുഗം ഈ ഇടയ്ക്ക് നമ്മുടെ ന്യൂയോർക്കിലോ കാനഡയിലോ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനൊക്കെ എടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് പിന്നെയും ട്രെൻഡായി വന്നല്ലോ. അപ്പോഴാണ് ഞാൻ ഈ കണ്ടന്റിനെ പറ്റി ആലോചിച്ചത്. ഭ്രമയുഗം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു പടമാണ്. അങ്കമാലിൽ മൈ സിനിമാസിലിരുന്ന് ഞാൻ കണ്ട പടമാണ്. അപ്പോൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മുടെ ഡ്രാക്കുളയായിട്ട് ഇതിന് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടല്ലോ എന്ന്. അതിൻ്റെ ടൈറ്റിൽ കാർഡ് വരെ ഒരു ഡ്രാക്കുള പടത്തിൽ നിന്ന് ചൂണ്ടിയതല്ല, ഇൻസ്പിറേഷനാണെന്ന് വേണമെങ്കിൽ പറയാം. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഡ്രാക്കുള ഇരിക്കുന്ന സ്ഥലത്ത് ഭ്രമയുഗം കയറ്റി പോരാത്തിന് ആ ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. അത്രയും വ്യത്യാസങ്ങളെ ഞാൻ നോക്കിയിട്ടില്ല കാണുന്നുള്ളൂ. പിന്നെ ഇത് ഏത് പടത്തിൻ്റെയാണ് നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് 1992 ഇറങ്ങിയ ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള എന്ന് പറയുന്ന പടത്തിൻ്റെയാണ്. ആ പടത്തിൻ്റെ ടൈറ്റിലാണ് നമ്മൾ ഈ കണ്ടത്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ജോനത്തനായിട്ട് അഭിനയിക്കുന്നത് കിയാനു റീവ്സും ഡ്രാക്കുളയായിട്ട് അഭിനയിക്കുന്നത് ഗാരി ഓൾഡ്മാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പിടിയിടുകയാണ്, നമ്മളിത് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മൊത്തം നമ്മുടെ ഡ്രാക്കുളയും ഭ്രമയുഗവും തമ്മിലുള്ള പാരൽസ് ആണ്. അതൊരു പടത്തിൽ നിന്നല്ല, ആ ഒരു എൻറ്റയർ സ്റ്റോറി, ക്യാരക്ടർ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ഭ്രമയുഗത്തിൽ എന്തൊക്കെയാണ് സിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഡ്രാക്കുള 1897 ജോനാത്തൻ ഹാർക്കർ എന്ന് പറയുന്ന ഒരാൾ റിയൽ എസ്റ്റേറ്റ് പരമായിട്ടുള്ള ചില അല്ലറ ചില്ലറ പരിപാടികൾക്ക് വേണ്ടി അങ്ങ് ദൂരെ ട്രാൻസിൽവാനിയയിലെ മലമുട്ടി കിടക്കുന്ന ഡ്രാക്കുള പ്രഭു കൗണ്ട് ഡ്രാക്കുളനെ ചെന്ന് കാണുന്നതാണ് നമ്മുടെ ആ ഒരു പ്ലോട്ട്. കൗണ്ട് ഡ്രാക്കുളനെ കാണുമ്പോൾ തന്നെ ഇത്തിരി പേടിക്കാവെങ്കിലും രാജകീയമാണല്ലോ, റോയൽറ്റി ആണല്ലോ പുള്ളിക്കാരൻ. ജോനത്തൻ ഹാർക്കറിനെ ഡ്രാക്കുള പ്രഭു കൗണ്ട് ഡ്രാക്കുള സ്വീകരിച്ചതും വളരെ ഗ്രാൻഡായിട്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾ കൂടി താമസിക്കണം, ഒരു 2 മാസമെങ്കിലും നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളി സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. ആ ലക്ഷറിയൊക്കെ അനുഭവിക്കാനും കൂടി വേണ്ടിയായിരിക്കും. ആദ്യം പുള്ളീനെ കൗണ്ട് ഡ്രാക്കുളനെ കണ്ട ജോനത്തൻ ഹാർക്കർ പറയുന്നത് നല്ലൊരു മനുഷ്യൻ എന്നാണ്. പക്ഷെ പോകെ പോകെ മനസ്സിലാവുകയാണ് ഇത് പുള്ളി ശരിക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങും. ഇയാൾ ശരിക്കും മനുഷ്യൻ തന്നെയാണോ എന്നുള്ളൊരു സംശയം വരെ തോന്നി തുടങ്ങും. അവസാനം അവിടെ ഏറ്റവും അടിയിൽ പുള്ളിയുടെ ശവക്കല്ലറ തുറന്നു നോക്കുമ്പോഴാണ് പുള്ളിയുടെ ശവം അവിടെ കാണുന്നത്. അപ്പോഴാണ് പുള്ളി ഞെട്ടിപ്പോകുന്നത്, പുള്ളി പെട്ടു എന്ന് മനസ്സിലാവുന്നത്. അതായത് പുള്ളി പിന്നെ ആ ഒരു കാസലിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരിക്കും. ഇതേ കഥ ഏകദേശം ഇതേ ഫോർമാറ്റിലാണ് നമ്മുടെ ഭ്രമയുഗം തുടങ്ങുന്നത്. ഈ ഒരു കഥേനെ നല്ല രീതിയിൽ പറിച്ച് നടന്നുണ്ട് നമ്മുടെ ഭ്രമയുഗത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള രാഹുൽ സദാശിവൻ. നമ്മുടെ നാട്ടിലെ ഫോക്ക് ഫ്ലോർസ് ആയിട്ടുള്ള ചാത്തൻ, മാടൻ, മർദ, യക്ഷി ഈ വക സാധനങ്ങളൊക്കെയാണ് നമ്മുടെ രാഹുൽ സദാശിവൻ്റെ ഡ്രാക്കുളത്തെ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. അതെ, രാഹുൽ സദാശിവൻ എടുത്തൊരു ഡ്രാക്കുളയാണ് ഭ്രമയുഗം. ഭ്രമയുഗത്തിൻ്റെ കഥ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററിയിൽ വലിയ കാര്യമായിട്ട് എടുത്തു പറയാത്ത കാര്യമാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന അടിമക്കച്ചവടം. ഈവൻ മലയാള സിനിമയിൽ പോലും ഞാൻ പടയോട്ടത്തിൽ മാത്രമേ അങ്ങനൊരു സബ്ജക്റ്റിനെ പറ്റി കേട്ടിട്ടുള്ളൂ. അമേരിക്കയിലത്തെ അടിമക്കച്ചവടവും അവിടുത്തെ സംഭവങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും നമുക്ക് അൺഅവെയറായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു. അതും അവിടെ നമ്മളുടെ കുറേ ആൾക്കാരെ ഇതുപോലെ അടിമകളായിട്ട് കൊണ്ടുപോയിട്ടുമുണ്ട്, അടിമക്കച്ചവടം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് പിടിച്ചിട്ടാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അത് കഥയിൽ ആദ്യം പറയുന്നില്ലെങ്കിലും കഥ തുടങ്ങുന്നത് 17th സെഞ്ച്വറിയിലത്തെ മലബാറിലാണ്. അർജുന അശോകൻ്റെ ക്യാരക്ടറായിട്ടുള്ള തേവൻ എന്ന് പറയുന്ന ക്യാരക്ടറും മണികണ്ഠൻ്റെ ക്യാരക്ടറായിട്ടുള്ള കോരൻ എന്ന് പറയുന്ന ക്യാരക്ടറും രണ്ടുപേരും അടിമക്കച്ചവടത്തിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടി വന്നവരാണ്. അപ്പോഴാണ് ഇവരൊരു കാട്ടിലറിയാതെ ചെന്ന് പെടുന്നതും അവിടെ യക്ഷി വന്നിട്ട് കോരനെ സെഡ്യൂസ് ചെയ്ത് കൊണ്ടുപോയി കൊല്ലുകയും ചെയ്തതും. പക്ഷെ ഇതൊക്കെ കണ്ട് വിറച്ച് നിന്ന അർജുന അശോകൻ്റെ ക്യാരക്ടറായിട്ടുള്ള തേവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ ഓടി രക്ഷപ്പെടുകയല്ല, ഓടി പിന്നെ ഒരു പ്രശ്നത്തിൽ ചെന്ന് വിടുകയായിരുന്നു, ആ മനയിലേക്ക് വരെയായിരുന്നു. ആദ്യം മനക്കല നമ്പൂരിയായിട്ടുള്ള കൊടുമൺ പോറ്റീനെ പുള്ളി നല്ല രീതിയിലൊക്കെ തേവനെ അങ്ങ് വെൽക്കം ചെയ്യുന്നുണ്ട്. പോരാത്തതിന് നല്ലൊരു മനുഷ്യൻ എന്നൊക്കെ പുള്ളി പറയുന്നുമുണ്ട്. പക്ഷെ പതുക്കെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. പുള്ളിക്ക് സംശയങ്ങൾ തോന്നി തുടങ്ങുകയാണ്. അവസാനം ഒറിജിനൽ കൊടുമൺ പോറ്റിയുടെ ശവം പുള്ളി കാണുമ്പോഴാണ് ഇത് കൊടുമൺ പോറ്റിയല്ല, ഇത് ചാത്തനാണെന്ന് ഒരു സംഭവം മനസ്സിലാവുന്നത്. ഇതേ സംഭവം തന്നെയല്ലേ നമ്മൾ ഡ്രാക്കുളയിലും കണ്ടത്. ആ ഒരു ഫണ്ടമെൻ്റൽ സാധനങ്ങൾ മാത്രം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നല്ല രീതിയിൽ പുള്ളി സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ച് നല്ല രീതിയിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ഇന്ത്യൻ ഓഡിയൻസിന് പറ്റിയ പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കഥയിലത്തെ ഒരു ലൈൻ മാത്രം പറയാം. നമ്മുടെ ഡ്രാക്കുള ജോനത്തൻ ഹാർക്കറിനെ കാണുമ്പോൾ പറയുന്ന ഒരു ലൈനുണ്ട്. പുള്ളി പറയുന്നതാണ്, ഐ ആം ഡ്രാക്കുള ആൻഡ് ഐ ബിഡ് യു വെൽക്കം മിസ്റ്റർ ഹാക്കർ ടു മൈ ഹൗസ്. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? അതെ, നമ്മുടെ ഭ്രമയുഗത്തിൽ മമ്മൂക്ക പറയുന്ന ഡയലോഗ് തന്നെയാണത്, എൻ്റെ മനക്കിലേക്ക് സ്വാഗതം.
എന്ത് നല്ല രസമായിട്ടാണ് ആ ഡയലോഗ് പക്ക മാറ്റി എഴുതിയിരിക്കുന്നത്. കിടിലനായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഡ്രാക്കുളയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നവർക്ക് നല്ലൊരു ഹാപ്പി എൻഡിങ് ആണ് ബ്രാം സ്റ്റോക്കർ കൊടുത്തിരിക്കുന്നത്. ഒരു നല്ലൊരു എൻഡിങ്ങിലാണ് അവസാനം ഡ്രാക്കുളേനെ കൊല്ലുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ ഭ്രമയുഗത്തിലേക്ക് വരികയാണെങ്കിൽ ചാത്തനെ ഇല്ലാണ്ടാക്കിയാൽ നോക്കിയ എല്ലാവരും മുടിഞ്ഞു പോയിട്ടുണ്ട്. ദേവനാണെങ്കിൽ ആ മന ഇടിഞ്ഞ് വീണ് ചത്തു. പോരാത്തതിന് പോറ്റിയുടെ മോൻ, അതായത് പോറ്റിയുടെ കുക്കുമാണ്, അതായത് ചാത്തൻ്റെ കുക്ക്, മൊത്തം കൺഫ്യൂഷനായി. അതായത് കൊടുമൺ പോറ്റിയുടെ യഥാർത്ഥ മകൻ, ചാത്തനായിട്ടുള്ള പോറ്റിയുടെ യഥാർത്ഥ കുക്ക് സിദ്ധാർത്ഥ് ഭരതൻ അഭിനയിച്ച ക്യാരക്ടർ. പുള്ളിയാണെങ്കിൽ അവസാനം വഴിയേ പോയ പോർച്ചുഗീസുകാരെ വെറുതെ ഇരുന്ന് പോണ വഴിക്ക് കല്ലെടുത്തെറിഞ്ഞ് അവരുടെ വെടി നെഞ്ചത്ത് അങ്ങോട്ട് കൊണ്ടു ചാവുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ചാത്തനെ തിളയ്ക്കാൻ വന്ന പോറ്റിയും വടിയാവുന്നുണ്ട്. പോറ്റിയുടെ അപ്പൻ്റെ അപ്പം ശ്രമിച്ചിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല. ഭ്രമയുഗത്തിൻ്റെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ചാത്തനെ എങ്ങനെയെങ്കിലുമൊക്കെ കൊന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ളൊരു രീതിയിലെത്തുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ തല്ലും. എന്തിനാണെന്നാണാവോ അറിയില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒരു അവസാനം നമ്മുടെ ചാത്തൻ ജയിക്കുന്ന പോലെയാണ് ഈ കാണിക്കുന്നത്. അത് നല്ലൊരു സംഭവമാണ്. അത് വളരെ നല്ലൊരു ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ആ നമ്മുടെ ഡ്രാക്കുളയുടെ ഒറിജിനൽ സീരീസിൽ ഡ്രാക്കുള മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് സെക്കൻഡ് തേർഡും പാർട്ടൊക്കെ ഉണ്ടാക്കി കിടിലായിട്ട് നമുക്ക് ആ ഒരു ഡ്രാക്കുളയുടെ കഥയായിട്ട് കൊണ്ടുപോകായിരുന്നു. പക്ഷേ ഡ്രാക്കുള ഒരിക്കലും ആ ഒരു ക്യാരക്ടറിൻ്റെ കഥയല്ല. ആ ഒരു ക്യാരക്ടർ അതിലത്തെ വില്ലനാണല്ലോ. ജോനത്തനാണ് അതിലത്തെ ഒരു നായകൻ. പക്ഷെ നമ്മുടെ ഭ്രമയുഗത്തിലേക്ക് വരുമ്പോൾ ഇതിലത്തെ നായകനും വില്ലനും ഒക്കെ കൊടുമൺ പോറ്റി തന്നെയാണ്, ചാത്തൻ തന്നെയാണ്. അവസാനം ചാത്തൻ തേവൻ്റെ രൂപം എടുത്തുകൊണ്ട് രക്ഷപ്പെടുന്ന പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇനിയും ചിലപ്പോൾ ഭ്രമയുഗത്തിൻ്റെ അടുത്ത പാർട്സ് വരാൻ ചാൻസ് ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നല്ലത്, നമ്മുടെ ചാത്തൻ്റെ അഡ്വഞ്ചേഴ്സ് കാണിച്ചുകൊണ്ട്. പിന്നെ ക്രിസ്റ്റോ സേവിയറുടെ മ്യൂസിക്കിനെ പറ്റി നമ്മൾ ഇതിൽ പറഞ്ഞില്ലെങ്കിൽ അതിൽ വലിയൊരു അപരാധമായി പോകും. ഈവൻ ആ ഒരു വീഡിയോയിൽ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പഠിപ്പിക്കുന്ന ആ ഒരു വീഡിയോയിൽ ആ പ്രൊഫസേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു മ്യൂസിക് ശ്രദ്ധിക്കാനാണ്. ആ ഒരു മ്യൂസിക് എന്ത് രസമായിട്ടാണ് ആ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് ആ ഒരു പക്ക ഒരു ഹൊറർ വൈബ്. ഇപ്പം ഇതിന് ആ തിയേറ്ററിലെ എ സിയും കൂടെ ആകുമ്പോൾ നമുക്ക് ശരിക്കും ചിൽഡാവും. നമ്മൾ ശരിക്കും ഒരു ഭയത്തിൻ്റെ ആ മുൾമുനയിൽ നിൽക്കാമെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് ഭ്രമയുഗം തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ. ഈ മ്യൂസിക്കും കൂടെ വന്നപ്പോൾ പിന്നെ ഒന്നും പറയണ്ട. ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. അപ്കമ്മിങ് ആയിട്ടുള്ളൊരു വളരെ നല്ലൊരു പൊട്ടൻഷ്യലുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് അങ്ങേര്. അയാളങ്ങ് വേറെ ലെവലാവും. കണ്ടോ, സുഷിൻ്റെ ലെവൽ വരെ എത്താൻ ചാൻസ് ഉണ്ട് അങ്ങേര്. ആൻഡ് പിന്നെ രാഹുൽ സദാശിവൻ്റെ ഒരു ബ്രില്യൻസ്, അതായത് ഡ്രാക്കുള പോലെ ഒരു ഗോത്തിക് ഫിക്ഷൻ, അതും ഒരു ഇംഗ്ലണ്ടിൽ ആ ഒരു സൈഡിൽ വെസ്റ്റേൺ സൈഡിൽ നടക്കുന്ന ആ ഒരു സംഭവം നല്ലൊരു രീതിയിൽ നമ്മുടെ ഫോക്ക് ഫ്ലോസും ചാത്തനെയും മർദേനെയും യക്ഷീനെയൊക്കെ കൊണ്ടുവന്ന് വേറൊരു രീതിയിൽ നല്ലൊരു കഥയാക്കി മാറ്റി അങ്ങോട്ട് എഴുതാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് ഭ്രമയുഗം. പോറ്റി കൊടുമൺ പോറ്റി മണമിത്തിരികരളിൽ തായു.